ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 6 ഉഗാദി സ്പെഷ്യൽ റെസിപ്പീസ് ഒരുമിച്ചാക്കിയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും ഉഗാദി ആശംസകൾ. അപ്പോൾ വീഡിയോ കാണാം. മാംഗോ റൈസ്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് പൊന്നി പുഴുങ്ങലരി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് കുക്കറിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലോണം ചൂടാക്കാം. 3 കപ്പ് വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോ വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി കഴുകി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് ഒരു വിസിൽ വരുമ്പം തീ ഓഫ് ചെയ്യാം. അരി പോവാൻ വെച്ചത് ഒരു വിസിൽ വന്ന് തീ ഓഫ് ചെയ്ത് ആവി പോകുമ്പോഴത്തേക്കും പാകത്തിന് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ആവി പോയിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് കോരി മാറ്റാം. ഈ റൈസ് വെന്ത ഉടനെ തന്നെ ഒരു ബൗളിലേക്ക് കോരി മാറ്റുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി മാങ്ങ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ചെറിയ അളവിനെ റൈസ് ഉണ്ടാക്കുന്നില്ലോ, അതുകൊണ്ട് ഇതിന്റെ പകുതി എടുത്ത് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മാങ്ങേന്റെ പകുതി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മാങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. നല്ലെണ്ണയോ കടലെണ്ണയോ എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പം കടലെണ്ണ എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കുറച്ച് നിലക്കടലയും 2 വറ്റൽമുളകും ഇട്ട് താളിക്കാം. ഇതെല്ലാം വറുത്തിട്ടാവുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചതും 2 പച്ചമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റാം. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കായപ്പൊടിയും ചേർത്ത് വഴറ്റാം. ഇനി ഇതിലേക്ക് മാങ്ങ ഗ്രേറ്റ് ചെയ്തിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. റൈസ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്താണ്, ബാക്കി വേണ്ടുന്ന ഉപ്പ് ചേർത്താൽ മതി. ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച റൈസ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. റൈസും മാങ്ങയെല്ലാം കൂടെ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില മുറിച്ചതും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. നല്ല കിടിലൻ ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. നല്ല അടിപൊളി ടേസ്റ്റില് മാങ്ങാസാദം റെഡിയാണ്. ഒബ്ബട്ടു. ആദ്യം മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. മുഴുവൻ മൈദയിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരേ അളവിന് മൈദയും ഗോതമ്പ് പൊടിയും എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം.
ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, കുറച്ച് ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതെല്ലാം കൂടി ഒരു സ്പൂൺ കൊണ്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം ചേർത്ത് ഈ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് കുഴച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന പാകത്തിന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് വീണ്ടും കുഴച്ചെടുക്കാം. ഇപ്പോൾ നെയ്യ് ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം അടച്ച് 1 മണിക്കൂർ മാറ്റി വെക്കാം. ഇനി ഇതിന്റെ ഫില്ലിങ്ങിന് വേണ്ടി കടലപ്പരിപ്പ് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിർത്ത് വെക്കാം. ഇത് എളുപ്പത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത്. ഇല്ലെങ്കിൽ കുക്കറിൽ 2-3 വട്ടം വേവിച്ചെടുത്താലും മതി. കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചത് 1 മണിക്കൂറിന് ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിന് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് തീ കത്തിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് വേവിച്ചെടുക്കാം. കടലപ്പരിപ്പ് വേവാൻ വെച്ചത് 2 വിസിൽ വന്ന് ആവി പോകുമ്പോഴത്തേക്കും പാകത്തിന് വന്നിട്ടുണ്ട്. ഇതായത് കൈ കൊണ്ട് ഞെക്കി നോക്കുമ്പോൾ ഇങ്ങനെ ഉടയണം. ഇതിന് ശർക്കര ചേർത്ത് വരട്ടിയെടുക്കാൻ വേണ്ടി ഇതിലെ വെള്ളം മാറ്റി കടലപ്പരിപ്പ് മാത്രം എടുത്ത് വേറെ പാനിലേക്ക് മാറ്റാം. ഇതിനി നല്ലോണം ഉടച്ചെടുക്കണം. ഒന്നുകിൽ മാഷർ വെച്ച് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു മാഷർ വെച്ച് ഉടച്ചെടുക്കുന്നത്. ഇപ്പോൾ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയ ചേർക്കണം. ഇത് 200 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ചൂടാക്കി തിളപ്പിച്ച് ഉരുക്കി അരിച്ചെടുത്താണ് ഇതിലേക്ക് ഒഴിക്കാം. തീ കത്തിച്ച് ഇത് ഇളക്കി വരട്ടിയെടുക്കാം. ഇതില് വെള്ളം വറ്റി ഏകദേശം ഡ്രൈ ആയി വരുമ്പം ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിപ്പം വെള്ളമെല്ലാം വറ്റി നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി ചൂടാറുമ്പം കുറച്ചുകൂടെ കട്ടിയാവും. ഇതിന് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫില്ലിങ് റെഡിയാണ്. മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞു. ഇതിപ്പോ ഇങ്ങനെയുണ്ട്. ഇതിനി പരത്തി ഇതിൽ ഫില്ലിങ് വെച്ച് ഉരുളയാക്കി വീണ്ടും പരത്തി ചുട്ടെടുക്കണം.
ഇനി ഈ മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ഉരുള പോലെയാക്കി കയ്യിൽ വെച്ച് കുറച്ച് പരത്താം. നേരത്തെ ഫില്ലിങ് കൊണ്ട് റെഡിയാക്കി വെച്ചതിന് കുറച്ചെടുത്ത് ഒരു ഉരുളയാക്കാം. ഇതിനി ഇതിൽ വെക്കാം. ഇതിൽ വെച്ചിട്ട് ഇതിങ്ങനെ കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് മേലിലെ ഭാഗം നുള്ളി മാറ്റാം. ഇതിനി ബട്ടർ പേപ്പറിൽ വെച്ച് പരത്തണം. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് നെയ്യ് പരട്ടി വെച്ചിട്ടുണ്ട്. ഇതെടുത്ത് ഇതിലേക്ക് വെച്ച് കൈ കൊണ്ട് തന്നെ മെല്ലെ പരത്താം. വാഴയില കിട്ടുന്നവരാണെങ്കിൽ വാഴയിലയിൽ വെച്ചിട്ട് വേണമെങ്കിലും പരത്താം. ഇപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിന് ചുട്ടെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു തവ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. തവയിലേക്ക് കുറച്ച് നെയ്യ് പരട്ടി കൊടുക്കാം. ഇനി ഈ പരത്തി വെച്ചത് മെല്ലെ എടുത്ത് തവയിലേക്ക് കമഴ്ത്താം. ബട്ടർ പേപ്പർ മെല്ലെ നീക്കിയെടുക്കാം. ഒരു സൈഡ് കുറച്ച് വെന്ത് വരുമ്പോൾ ഇതിന്റെ മേളിൽ നെയ്യ് പുരട്ടി കൊടുക്കാം. ഇനി തിരിച്ചിടാം. വീണ്ടും തിരിച്ചിടാം. ഇപ്പം രണ്ട് സൈഡും തിരിച്ചു മറിച്ചുവിട്ട് പാകത്തിന് ആയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ ഒബട്ട് റെഡിയാണ്. ഉഗാദി മാംഗോ പച്ചടി. ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി മുറിച്ചെടുക്കാം. ഇപ്പോ മാങ്ങ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം. ഇനി പുളിവെള്ളം വേണം. ഞാനിവിടെ ഒരു ചെറിയ ഉരുള പുളി എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് 15 മിനിറ്റ് കുതിർത്ത് വെക്കാം. പുളി കുതിർത്ത് വെച്ചത് 15 മിനിറ്റിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ച് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര ഉരുക്കി ചേർക്കുന്നുണ്ട്. ഇത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിപ്പോ തന്നെ പൊടിച്ച ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടിയാണ്. അങ്ങനെ തന്നെ ചേർക്കണം. ചതച്ച് ചേർത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വേപ്പിമ്പൂ ചേർക്കാം. ഇത് ഉണങ്ങിയ വേപ്പിമ്പൂ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഫ്രഷ് വേപ്പിമ്പൂ കൂട്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ചേർക്കുന്നുണ്ട്. ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മാങ്ങ മുറിച്ച് വെച്ച് ചേർക്കാം. ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ആന്ധ്ര സ്റ്റൈൽ
ഉഗാദി സ്പെഷ്യൽ മാംഗോ പച്ചടി റെഡിയാണ്. കോസമ്പരി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലോണം മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിർത്ത് വെക്കാം. കുതിർത്ത് വെച്ച ചെറുപയർ പരിപ്പ് 1 മണിക്കൂറിന് ശേഷം കഴുകി വെള്ളം ഊറ്റി ഒരു അരിപ്പയിലിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റിന്റെ പകുതി എടുത്ത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് കുക്കുംബറിന്റെ പകുതി എടുത്ത് അതിന്റെ കുരുവെല്ലാം മാറ്റി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില മുറിച്ചത്. ഇത് ഒരു മീഡിയം സൈസ് പച്ചമാങ്ങേന്റെ പകുതി എടുത്ത് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. ഇതിന് പകരം ലൈം ജ്യൂസ് എടുത്താലും മതി. ലൈം ജ്യൂസാണ് കൂടുതലും എടുക്കാറുള്ളത്. മാങ്ങയാണ് ടേസ്റ്റ്. പിന്നെ 2 പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ പരിപ്പിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്യാം. കോസമ്പരി റെഡിയാണ്. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അടുപ്പത്ത് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുകും കറിവേപ്പിലയും ഇട്ട് താളിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 നുള്ളു കായപ്പൊടി കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്ത് സാലഡിലേക്ക് ചേർക്കാം. എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇതിനി വേറെ ബൗളിൽ വിളമ്പാം. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കോസമ്പരി സാലഡ് റെഡിയാണ്. പൂർണ്ണം പുരലു. ആദ്യം അതിന്റെ കവറിങ്ങിനുള്ള ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി അരിയും ഉഴുന്നും കൂടെ കുതിർത്ത് അരച്ചെടുക്കണം. അതിന് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പച്ചരി എടുക്കാം. ഇതിന്റെ കൂടെ 1/4 കപ്പ് ഉഴുന്ന് പരിപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഇത് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് 4 മണിക്കൂർ കുതിർത്ത് വെക്കാം. പിന്നെ അതിന്റെ ഫില്ലിങ്ങിന് വേണ്ടി കടലപ്പരിപ്പ് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി തിളച്ച വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ വെച്ചതിന് ശേഷം കഴുകിയെടുത്തതാണ്. ഒന്നിക്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ വെക്കാം, അല്ലെങ്കിൽ നോർമൽ വാട്ടർ ഒഴിച്ച് ഒരു 3 മണിക്കൂർ വെക്കാം. അഥവാ കുതിർത്ത് വെക്കാൻ മറന്നാൽ കുക്കറിൽ 2-3 വട്ടം വേവിച്ചാലും മതി. ഇതിനി വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു കുക്കറിലേക്ക് ഇടാം. മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോ ഞാൻ 1 മണിക്കൂർ കുതിർത്ത് വെച്ചതായതുകൊണ്ട് ജസ്റ്റ് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. കുതിർത്ത് വെക്കാത്ത കടലപ്പരിപ്പാണെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിക്കാം. ഇനി തീ കത്തിച്ച് അടച്ച് വെച്ച് വെയിറ്റ് ഇട്ട് 3-4 വിസിൽ വരുമ്പം തീ ഓഫ് ചെയ്ത് ആവി പോകുമ്പം തുറക്കാം. കടലപ്പരിപ്പ് ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിങ്ങനെതാ, ഇത് കയ്യിലോണ്ട് കോരിയിട്ട് ഇങ്ങനെ ഉടച്ചു നോക്കുമ്പോൾ ഉടയണം. ഈ പാകത്തിന് വേവണം. ഇതിനി ചൂട് കുറയുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കണം. ചൂട് കുറയാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഊറ്റി പരിപ്പ് മാത്രം എടുക്കാം. വേവിച്ച കടലപ്പരിപ്പ് എല്ലാം ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ അരച്ചെടുക്കാം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി മിക്സിയിൽ ഒരു ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അരക്കണം. ഇത് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം.
ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ അരച്ചെടുക്കാം. എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് വേണ്ടുന്ന ശർക്കര ഉരുക്കിയെടുക്കണം. അതിന് അടുപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് ശർക്കര ഇടാം. ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് ഉരുക്കിയെടുക്കാം. ശർക്കര കടലപ്പരിപ്പിൻ്റെ അതേ അളവിനെടുക്കാം. ശർക്കര ഉരുകിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ച് വരട്ടാൻ പറ്റിയ ഒരു പാനിലേക്ക് ഒഴിക്കാം. നേരത്തെ വേവിച്ച് അരച്ചെടുത്ത കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കാം. ഫ്രഷ് തേങ്ങ ചിരകിയത് ചേർത്താലും മതി. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി തീ കത്തിച്ച് ഇത് ഇളക്കി വരട്ടാം. ഇത് നല്ല കട്ടിയായി പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന പാകമാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ നല്ല കട്ടിയായി പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇത്ര കട്ടി ഉണ്ടാവണം. ഇത് ഉരുട്ടിയെടുക്കേണ്ടതാണ്. ഇങ്ങനെ കട്ടിയാലേ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇതിന് ചൂട് കുറയുമ്പം ഉരുളയാക്കി എടുക്കാം. പച്ചരിയും ഉഴുന്നുപരിപ്പും കുതിർത്ത് വെച്ചത് 4 മണിക്കൂറിന് ശേഷം നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനി അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ അരിൻ്റെ ലെവലിൻ്റെ ഒരു പകുതി ലെവലിന് ഒഴിച്ചാൽ മതിയാവും. ഇത് നന്നായി അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതാ ഈ പാകത്തിന് കട്ടി ഉണ്ടാവണം. ഇതിന് കണക്കായിട്ട് വെള്ളം ചേർക്കാം. ഇതാ ഈ പാകത്തിന് ഉണ്ടാവണം. കുറച്ച് അരച്ച് നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് വീണ്ടും അരക്കാം. അഥവാ വെള്ളം കുറച്ച് കൂടിപ്പോയാൽ കുറച്ച് മൈദയോ അരിപ്പൊടിയോ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിനുള്ള ഉരുളയാക്കി എടുക്കാം. ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ബാക്കിയുള്ളതും കൂടെ അതേപോലെ ചെയ്യാം. കൈക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്കിൽ വെള്ളം നനച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കൈക്ക് എണ്ണ വരട്ടാം. എനിക്കിപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല. കുറച്ചെണ്ണം ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നേരത്തെ അരച്ച് വെച്ച മാവിൽ മുക്കി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടി അടുപ്പത്ത് ഒരു പാനിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്ന എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഈ ഉരുളയിൽ നിന്ന് ഓരോന്നെടുത്ത് ഈ മാവിൽ കവർ ചെയ്ത് ഈ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്യാം. പെട്ടെന്ന് തിരിച്ചിടാതെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇങ്ങനെ എണ്ണ കോരി ഒഴിക്കാം. അതിനുശേഷം തിരിച്ചിടാം. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇപ്പോൾ 2 സൈഡും ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ നിറായിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചെയ്യാം.
ഒരു സൈഡാകുമ്പോൾ തിരിച്ചിടാം. രണ്ടാമത്തതും ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതും കോരി മാറ്റാം. ഞാനിപ്പോൾ ഒരു 7 എണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മാംഗോ ശ്രീഖണ്ഡ്. ആദ്യം മാംഗോ പൾപ്പ് വേണം. അതിന് ഞാനിവിടെ ഒരു അൽഫോൺസോ മാംഗോ തൊലി കളഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയിൽ ഒരു ജാറിലേക്ക് ഇടാം. ഇതിനി നന്നായി അരച്ചെടുക്കാം. മാങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഇനി ഹങ്കേർഡ് വേണം. ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് ഹങ്കേർഡ് ആക്കാൻ വേണ്ടി ഒരു തുണിയിലേക്കിട്ട് വെള്ളം പിഴിഞ്ഞ് കളയണം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിന്റെ മേലെ ഒരു അരിപ്പ വെച്ച് ഇതിന്റെ മേലെ ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടൺ തുണി വിരിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ച തൈര് ഒഴിക്കാം. ഇനി ഈ തുണി ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇതിന്റെ വെള്ളം പിഴിഞ്ഞ് കളയാം. ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇതിന്റെ മേലെ എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഒരു സാധനം കുറച്ച് ഒരു 4-5 മണിക്കൂർ വെച്ചാലും മതി. ഇപ്പം ഒരുവിധം ഇതിന്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇതാ അരിപ്പന്റെ അടിയിൽ വെള്ളം കണ്ടോതാ, ഇത്ര വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇതിനി തുറന്നെടുക്കാം. ഇതിപ്പം ഇത്ര കട്ടിക്കില്ലത്. ഇതാ ഇത് പറ്റുമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം പിഴിഞ്ഞെടുത്താൽ നല്ലത്. ഞാനിപ്പം ഇത്ര ആക്കുന്നില്ലോ. കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ ഇതിങ്ങനെ അടച്ചു വെച്ച് ഈ തുണീന്റെ മേലെ ഒരു വെയിറ്റ് വെച്ച് 1-2 മണിക്കൂർ വെച്ചാൽ മതി. അപ്പം കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് കിട്ടും. നിങ്ങൾ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോ. ഇതിനി വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഹങ്കേർഡ് എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് വേണ്ടുന്നത്ര പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോ 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു കുറച്ച് സെക്കൻഡ്സ് അടിച്ചെടുത്താണ്. ഇനി ഒരു വിസ്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇത് നന്നായി അടിച്ചെടുക്കാം. ഇതിപ്പോ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സിയിൽ മാങ്ങ അരച്ചെടുത്തത് ചേർക്കാം. ഇത് വീണ്ടും നന്നായി അടിച്ചെടുക്കാം. ഇതിപ്പോ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ഒരു നുള്ളു കുങ്കുമപ്പൂ ഒരു 2 ടീസ്പൂൺ ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്ത് വെച്ചാണ് ഇതിലേക്ക് ചേർക്കാം. ചൂട് പാലിൽ കുതിർത്ത് വെച്ചാലും മതി. ഇത് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇത് ജാതിക്കയും കറുവപ്പട്ടയും കൂടെ പൊടിച്ച പൊടിയാണ്. ഇത് 1/4 ടീസ്പൂണിന്റെ പകുതി ഉണ്ട്. ഇത് ചേർക്കാം. ഇതിന് പകരം ഏലക്കപ്പൊടി ചേർത്താലും മതി. ഇത് അടിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ശ്രീഖണ്ഡ് റെഡിയാണ്. ഇതിന് ഒരു ബൗളിൽ സെർവ് ചെയ്യാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് കഴിക്കേണ്ടത്. അപ്പം കുറച്ചുകൂടെ കട്ടിയാവും. ഇതിന്റെ മേലെ കുറച്ച് മാങ്ങ മുറിച്ചതിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് ബദാം മുറിച്ചത് ഇടാം. കുറച്ച് പിസ്ത മുറിച്ചത് ഇടാം. ഒരു നുള്ളു കുങ്കുമപ്പൂവും കൂടി ഇട്ടാൽ നല്ലുണ്ടാവും. നല്ല ടേസ്റ്റ് ആണ്. ഹങ്കേർഡ് ചില കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാം.